ലേവ്യ പുസ്തകം 16-ാം അധ്യായം 21-ാം വാക്യം. ജീവനോടെ ഇരിക്കുന്ന കോലാട്ടുകൊട്ടിന്റെ തലയിൽ അഹരോൻ കൈ രണ്ടും വെച്ച് ഇസ്രായേൽ മക്കളുടെ എല്ലാ കുറ്റങ്ങളും സകല പാപങ്ങളുമായ ലംഘനങ്ങളൊക്കെയും ഏറ്റുപറഞ്ഞ് കോലാട്ടുകൊട്ടിന്റെ തലയിൽ ചുമത്തി നിയമിക്കപ്പെട്ട ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് അയക്കണം. ലേവ്യ പുസ്തകത്തെ 5 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചു പഠിക്കേണ്ടത്. 1 തൊട്ട് 7 വരെയുള്ള ഭാഗം ആരാധനയും അതിനോട് ബന്ധപ്പെട്ട ക്രമീകരണങ്ങളുമാണ്. പ്രധാനമായും 5 വിധത്തിലാണ് ആരാധന നമ്മൾ ചിന്തിച്ചത് കഴിഞ്ഞ പ്രാവശ്യം. അതിൽ 1 ഹോമയാഗം, 2 ഭോജനയാഗം, 3 സമാധാനയാഗം, 4 പാപയാഗം, 5 അകർത്യയാഗം. അങ്ങനെ 5 വിധ യാഗങ്ങളാണ്. ആ 5 വിധ യാഗങ്ങളും അതിൻ്റെ ആത്മീയ പൊരുളുകളും നമ്മൾ ഒരു പ്രാവശ്യം എടുത്ത് പഠിച്ചു. സ്തോത്രം. പുതിയ നിയമത്തിൽ യേശു എന്നേക്കുമുള്ള യാഗം നമുക്ക് വേണ്ടി അർപ്പിച്ചെങ്കിലും ഇവിടെ ആയിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ അർപ്പിക്കേണ്ട കുറച്ച് യാഗങ്ങളുണ്ട്. സ്തോത്രയാഗങ്ങളുണ്ട്, വിശ്വാസം എന്ന യാഗമുണ്ട്, നന്മയും കൂട്ടായ്മയും എന്ന യാഗമുണ്ട്. ഇത്യാദി വിഷയങ്ങൾക്ക് നമ്മൾ ഊന്നൽ നൽകി ചിന്തിപ്പാനിടയായി തീർന്നതാണ്. അതാണ് 1 തൊട്ട് 7 വരെയുള്ള ഭാഗം ലേവ്യ പുസ്തകം. എന്നാൽ 8 തൊട്ട് 10 വരെയുള്ള അധ്യായം അഹരോനും മഹാപുരോഹിതന്മാരും അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ ശുശ്രൂഷ, പുരോഹിതന്മാർ ഏതൊക്കെ രീതിയിലാണ് ആരാധനയിൽ ശുശ്രൂഷ ചെയ്യേണ്ടത് എന്ന വസ്തുതയ്ക്ക് ഊന്നൽ നൽകിയാണ് 9, 8, 9, 10 അധ്യായം പഠിപ്പിക്കുന്നത് ലേവ്യ പുസ്തകം. അതിൻ്റെ ഉള്ളിൽ പ്രധാന ഒരു വിഷയം ആരാധനയിൽ എങ്ങനെ വിശുദ്ധി വേണം, ആരാധന കുത്തഴിഞ്ഞതല്ല, ആരാധന എങ്ങനെ നടത്തണം, അതിൻ്റെ ഉള്ളിൽ വേറെ ഒന്നും ക്രമീകരിക്കരുത്. അങ്ങനെ ക്രമീകരിക്കപ്പെട്ട 2 പേർ മരിച്ചു പോയത് 10-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അഹരോന്റെ മക്കൾ 2 പേർ അബീനാദാമിനെ കുറിച്ചും യോനാദാമിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കാരണം അവർ അജ്ഞാഗ്നി ആരാധനയിൽ കൊണ്ടുവന്നെന്നാണ്. ആരാധനയിൽ ഒരു നിർമ്മലതയുണ്ട്, ആരാധനയിൽ ഒരു വിശുദ്ധിയുണ്ട്, ആരാധനയിൽ ഒരു ദൈവ ഭയം ഉണ്ടായിരിക്കണം. സ്തോത്രം. നമുക്കൊരു 2.5 മണിക്കൂറോ ഉള്ളെങ്കിലും തേജോമയനായ ദൈവം ഇതിന്റെ നടുവിൽ നടകൊള്ളുന്നത് നിങ്ങൾ ആത്മാവിൽ കാണണം. പുതിയ നിയമത്തിൽ പറഞ്ഞത് 7 പൊൻനിലവുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി മനുഷ്യപുത്രനോട് സദൃശനായ ദൈവം സഭയാകുന്ന തോട്ടത്തിൽ ഉലാവുന്നു എന്നാണ്. അപ്പൊ ഇതിന്റെ നടുവിൽ ദൈവമുണ്ട്. സഭയെ കാണിക്കുക, സഭയുടെ നടുവിൽ ദൈവമുണ്ട്. ഏദൻ തോട്ടത്തിൽ ദൈവം വെയിലാറുന്ന സമയമായപ്പോൾ എല്ലാ ദിവസവും ഇറങ്ങി വന്നതുപോലെ ആരാധനയുടെ നടുവിൽ മഹാനായ ദൈവം ഇതിന്റെ നടുവിൽ ഉലാവുന്നു. നിങ്ങളുടെ ആത്മ കണ്ണുകൊണ്ട് അത് കാണണം. സൃഷ്ടിതാവായ ദൈവം നമ്മുടെ നടുവിൽ ഉലാവുമ്പോൾ സൃഷ്ടികളായ നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന നന്ദി പ്രകടനമാണ് ആരാധന. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ സ്തോത്രം പറഞ്ഞാൽ അതൊരു ആരാധനയാണ്. നിങ്ങൾ കൈയടിച്ചാൽ അതൊരു ആരാധനയാണ്. മര്യാദയ്ക്ക് അച്ചടക്കത്തോടെ ഇരുന്ന് ഏകാഗ്രത ഹൃദയത്തോടെ ദൈവസന്നിധി ഇരിക്കുന്നതും ഒരാരാധനയാണ്. അന്യാരാധന ദൈവസഭയിൽ പാടില്ല. അന്യാഗ്നി ദൈവസഭയിൽ കത്തിക്കാൻ പാടില്ല. അങ്ങനെ കത്തിച്ചവരെ ആ സെക്കൻഡ് ദൈവം തകർത്തു. ഈ കൃപായുഗത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്തുകൊണ്ടേയിരിക്കുക. കരമൊന്ന് തട്ടി ഒന്ന് ദൈവത്തിന് മഹത്വം കൊടുത്തേ. സർവശക്തനായ ദൈവത്തിന് എത്ര നന്ദി കരയറ്റിയാലും അത് കുറവല്ല, അത് അനുഗ്രഹം തന്നെയാണ്. ദൈവ സാന്നിധ്യം കൊണ്ട് സഭ നിറയട്ടെ. അടുത്തത് 11 തൊട്ട് 15 വരെയുള്ള അധ്യായം ശുദ്ധിയുടെ അധ്യായമാണ്, ശുദ്ധീകരണത്തിന്റെ അധ്യായമാണ്. എന്ത് കഴിക്കണം, എന്ത് കഴിക്കാൻ പാടില്ല, എത്ര ദിവസങ്ങൾ വിശുദ്ധമായി നിൽക്കണം, ചില ദിവസങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം, ഇത്യാദി വിഷയങ്ങൾക്ക് കൊടുക്കുന്ന നിയമങ്ങളാണ് ലേവ്യ പുസ്തകത്തിൽ 11 തൊട്ട് 15 വരെയുള്ള അധ്യായങ്ങൾ. ശുദ്ധീകരണം. ദൈവമക്കൾക്ക് എല്ലാം കഴിക്കാൻ പറ്റുമോ? സ്തോത്രത്തോടെ കഴിക്കുന്നെങ്കിൽ ഒന്നും വർജിക്കേണ്ടതില്ലെന്നാ പുതിയ നിയമം. സ്തോത്രത്തോടെ കഴിക്കുന്നെങ്കിൽ പിന്നെ മനഃപൂർവ്വം നമ്മൾ വിഗ്രഹത്തിന്റെ മുമ്പിൽ വെച്ചതും ദൈവഹിതമില്ലാത്തതും അറിഞ്ഞുകൊണ്ട് കഴിച്ചാൽ ചിലപ്പോൾ കെട്ടായി തീരാൻ സാധ്യതയുണ്ട്. പക്ഷെ അറിയാതെ നമ്മൾ കഴിക്കുന്നത് എന്താണെങ്കിലും സ്തോത്രം ചെയ്ത് കഴിക്കണം. ഭക്ഷണം കിട്ടുമ്പോൾ അന്നേരം കയറി എന്ത് ചെയ്യരുത്, കഴിക്കരുത്. പണ്ടൊക്കെ ഒരു പ്രാർത്ഥനയുണ്ട്. ഭക്ഷണം മുമ്പിൽ കിട്ടുമ്പോൾ കരം വെച്ച് കർത്താവേ ഭക്ഷണം തന്നതിനായി സ്തോത്രം, ഈ ഭക്ഷണം ശുദ്ധീകരിച്ചതിനായി സ്തോത്രം. ഇല്ലേ? ദൈവമക്കൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അത് ശുദ്ധിയുള്ളതായി തീരും. സ്തോത്രം. ഭക്ഷണം പ്രാർത്ഥിച്ച് വേണം കഴിക്കാൻ കേട്ടോ, ഇല്ലെങ്കിൽ വയറിലൊക്കെ പ്രശ്നമാവും. സ്തോത്രം. പിന്നെ വയറിൽ കൈവച്ച് പ്രാർത്ഥിച്ചാലും മാറത്തില്ല, വെള്ളം പ്രാർത്ഥിച്ച് തന്നാലും മാറത്തില്ല. അതുകൊണ്ട് പ്രാർത്ഥിച്ച് കഴിക്കാൻ പഠിക്കണം ദൈവമക്കൾ. എന്ത് കിട്ടിയാലും സ്തോത്രത്തോടെ കഴിച്ചാൽ അതിലൊരു എനർജി ഉണ്ട്, അതിലൊരു അനുഗ്രഹമുണ്ട്, അതിലൊരു വിടുതലുണ്ട്. നിങ്ങൾ സ്തോത്രം ചെയ്ത് കഴിച്ചാൽ അത് സൗഖ്യവുമായി തീരും. കരമുയർത്തി സ്തോത്രം ചെയ്ത്
സ്തോത്രം. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി 16-ാം അധ്യായം മാത്രം ഒരു സെപ്പറേറ്റ് അധ്യായമാണ്. യോം കിപ്പൂർ എന്നാണ് അറിയപ്പെടുന്നത്, മഹാപാപ പരിഹാര ദിവസം എന്നാണ് അതറിയുന്നത്. ആ അധ്യായമാണ് നമ്മൾ കുറച്ച് ഭാഗം ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നത്. 17 തൊട്ട് 27 വരെയുള്ള അധ്യായം മുഴുവൻ വിശുദ്ധിയുടെ അധ്യായമായിട്ടാണ് കണക്കാക്കുന്നത് ലേവ്യ പുസ്തകം. അതിൽ 23-ാം അധ്യായം സെപ്പറേറ്റ് ആണ്. അത് ഉത്സവങ്ങളുടെ പുസ്തകമാണ്. ഉത്സവങ്ങളുടെ പുസ്തകം. എത്ര ഉത്സവം ഇസ്രായേൽ മക്കൾക്കുണ്ടെന്നറിയാമോ? 7 ഉത്സവം എന്ന് പറഞ്ഞേ. 7 ഉത്സവം അറിയാമോ? സ്തോത്രം. ഒന്നാമത്തെ ഉത്സവം പെസഹ, പാസ്ഓവർ, പെസഹയാണ്. ആ പെസഹ എന്തിനെ കാണിക്കുക? ഇസ്രായേൽ മക്കൾ മിസ്രൈമി അടിമത്തത്തിലായിരുന്നു. ആ അടിമത്തത്തിൽ കിടന്ന ജനം അടിമ നുകത്തിനെ കെട്ടുപൊട്ടിച്ച് ദൈവം അവരെ പുറപ്പെടുവിച്ചു. 1 വയസ്സ് ഊനമില്ലാത്ത ഒരു കുഞ്ഞാടിനെ കൊണ്ടുവന്ന് ആമേൻ മിസ്രൈമി അടിമത്തത്തിൽ കിടക്കുമ്പോൾ ഓരോ വീടിനും ഓരോ ആടെന്ന് വെച്ച് അർദ്ധരാത്രിയിൽ അവരെന്ത് ചെയ്തു? ആ ആടിനെ അറുത്ത് ഓരോ ഭവനത്തിനും ഓരോ ആട് വെച്ച് അറുത്ത് കഴിച്ചു. എങ്ങനെ കഴിച്ചു? അര കെട്ടിക്കൊണ്ട്, കയ്യിൽ വടി പിടിച്ചോണ്ട്, വസ്ത്രം ധരിച്ച്, പുതിയ ചെരുപ്പിട്ട് തിടുക്കത്തോടെ കഴിച്ചു. കയ്പ് നീരോടുകൂടെ കഴിച്ചു. എന്തിനാ കഴിച്ച? സമയമില്ല, മിസ്രൈമിൽ അധികാലം നിൽക്കാൻ പറ്റത്തില്ല, അർദ്ധരാത്രി തന്നെ ഒരു വിടുതലുണ്ട് എന്ന് പറഞ്ഞാൽ സംഹാര ദൂതൻ അർദ്ധരാത്രി കടന്നു പോകും. അതാണ് പാസ് ഓവർ, കടന്നു പോകുക എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ മിസ്രൈമിലെ കടിഞ്ഞൂലുകളെ എല്ലാം നശിപ്പിക്കാൻ ഒരു സംഹാര ദൂതനെ ദൈവം അയച്ചിട്ടുണ്ട്. ഈ 10 അത്ഭുതവും അല്ലെങ്കിൽ 10 ന്യായവിധിയും അവിടെ അയക്കുമ്പോൾ ദൈവമക്കൾക്ക് എപ്പോഴും ഒരു സെപ്പറേഷൻ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ദൈവമക്കൾ താമസിക്കുന്ന ദേശമേത? മിസ്രൈമിൽ താമസിക്കുന്ന ദേശമേത? ഗോശേൻ ദേശമാണ്. അവിടെ ആ ദേശത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ നമ്മുടെ ദേശം ശരിക്കും കുമ്പനാട് എന്ന് പറയുമ്പം ആരുടെ ദേശമായിട്ടാണ് കണക്കാക്കുന്നത്? പെന്തക്കോസുകാരുടെ ഈറ്റില്ലമായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. കുമ്പനാട് എന്ന് പറഞ്ഞ പോലെ മിസ്രൈമിൽ വരുമ്പോൾ ഗോശാൻ ദേശമാണോ? അത് ദൈവമക്കളുടെ ദേശമായിട്ടാണ് കണക്കാക്കിയത്. കാരണം യോസേഫ് വില കൊടുത്തെന്ന് പറഞ്ഞാൽ ഫറവോനോട് പറഞ്ഞു മേടിച്ച സ്ഥലമാണ് ഗോശാൻ ദേശം. ആ ദേശത്ത് ദൈവമക്കൾ തിങ്ങി പാർക്കുകയാണ്. അപ്പൊ ഈ ന്യായവിധി എല്ലാം അയക്കുമ്പോൾ ബാക്കിയുള്ള ദേശത്ത് ഇരുട്ട് വരും, ഈ ദേശത്ത് വെളിച്ചം വരും. ന്യായവിധി വരുമ്പോൾ ബാക്കിയുള്ള ദേശത്ത് തവള വരുമ്പോൾ ഈ ദേശത്ത് തവള കയറത്തില്ല. എപ്പോഴും ഒരു സെപ്പറേഷനാണ്. നിങ്ങൾക്കറിയാവോ, നമ്മൾ ഈ ലോകത്ത് താമസിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഈ ലോകക്കാരല്ല. നമ്മുടെ പൗരത്വം സ്വർഗത്തില. നമ്മൾ എന്നും വ്യത്യസ്തരാ. അത് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട്? ലോകത്തിൽ പല ന്യായവിധികളും വെളിപ്പെടുമ്പോഴും നമ്മെയും നമ്മുടെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ പരിപാലനത്തിനാ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയോ. എനിക്ക് 100 സാക്ഷ്യം പറയാനുണ്ട്. ആമേൻ. കോവിഡിന്റെ സമയത്ത് ആമേൻ ഫാസ്റ്റിംഗ് ഇരുന്ന് കരഞ്ഞ സന്ദർഭങ്ങൾ. കോവിഡിന്റെ സമയത്ത് വേറെ നിർവാഹമില്ലല്ലോ. ആദ്യം ആ COVID-19 എന്ന് പറഞ്ഞാലും 19 അല്ല വന്നത്. ശരിക്കും 2020 ഏത് വന്നത്? ശരിക്കും കോവിഡ് ശരിക്കും അങ്ങ് വ്യാപരിച്ചത്. മരണങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. പലരും രോഗികളായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അന്ന് വിദേശത്ത് ദൈവസഭയിലെ ദൈവമക്കളോട് പറഞ്ഞു, നമുക്കെല്ലാവർക്കും ഉപവാസം ഇരിക്കാം, ചെയിൻ പ്രയർ വെക്കാം, കണ്ണുനീരോടെ അവരവരുടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. സ്തോത്രം. ദൈവമക്കളെ, സംഹാരകൻ വരുന്ന സമയങ്ങളിൽ ദൈവമക്കൾ പ്രാർത്ഥനയിൽ തന്നെ മുഴുകണം. സ്തോത്രം. യുദ്ധങ്ങളൊക്കെ കേൾക്കുമ്പോൾ പ്രാർത്ഥന വർദ്ധിപ്പിച്ചോളും. സ്തോത്രം. ആ സമയത്ത് എനിക്ക് നല്ല പ്രാഗൽഭ്യത്തോടെ പറയാം, ഞങ്ങളുടെ ആ സമയങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന കൂട്ടായ്മയിൽ കോവിഡ് വരാതെ ദൈവം കണ്ണുനീരോടെ പ്രാർത്ഥിച്ചവരെ സൂക്ഷിച്ചത് 100 കണക്കിന് സാക്ഷ്യമുണ്ട്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകലും ദൈവാത്മാവ് പറയുന്നു, ദേശത്ത് വരുന്ന ന്യായവിധികൾ, ദേശത്ത് വരുന്ന അനർത്ഥങ്ങൾ, ദേശത്ത് വരുന്ന വെല്ലുവിളികളുടെ നടുവിൽ പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരെ ദൈവം എന്തും സൂക്ഷിക്കും. യോബിന് ചുറ്റിനും വേലി കെട്ടി സൂക്ഷിച്ചതുപോലെ തന്റെ ഭക്തന്മാരെ സൂക്ഷിക്കുന്ന ഒരു ദൈവം. കരം തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്ത് ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ സംരക്ഷിക്കുന്നത് തിരിച്ചറിയട്ടെ. അർത്ഥപ്രവർത്തനാധിക അന്യഭാഷയിൽ 50 നിമിഷം പ്രാർത്ഥിച്ച് ഒരാത്മ സാന്നിധ്യം ഈ ഹോളിൽ വ്യാപരിക്കട്ടെ. സ്തോത്രം. അന്ന് ഏറ്റവും കൂടുതൽ കേട്ടോണ്ടിരുന്ന വാചകങ്ങളായിരുന്നു ലോക്ക്ഡൗൺ, അല്ലേ? ആൾക്കാരെല്ലാം മാറിയിരിക്കുക, ഒരു റൂമിനുള്ളിൽ പോയിരിക്കുക, പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ബന്ധുക്കാരുണ്ടെങ്കിൽ കാണാൻ പറ്റത്തില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനെ കാണാൻ പറ്റത്തില്ല. വിദേശത്ത് വന്നാൽ 7 ദിവസവും 14 ദിവസവും ഒക്കെ എന്ത് ചെയ്യണം?
സെപ്പറേറ്റ് വീട്ടിൽ പോയി പാർക്കണം, ഫുഡ് കിട്ടാൻ ബുദ്ധിമുട്ട്, എന്തൊക്കെ വെല്ലുവിളികൾ കൂടെ കടന്നുപോയി ദൈവമക്കളെ. സ്തോത്രം. എങ്കിലും ഇന്ന് നമ്മൾ നിൽക്കുന്നത് ആയുസിന്റെ ബലം കൊണ്ടല്ല, ദൈവം നമ്മളെ സൂക്ഷിച്ചതാണെന്ന് തിരിച്ചറിയണം. അങ്ങനെ മിസ്രൈമിൽ നമ്മൾ പഠിച്ചാൽ, മിസ്രൈമിൽ ഇതുപോലെ സംഹാര ദൂതൻ ഇറങ്ങി. അപ്പം ദൈവം പറഞ്ഞു, നിങ്ങൾ പെസഹ ആചരിച്ച് കട്ടിലപ്പടിമേലും കുറുമ്പടിമേലും രക്തം പുരട്ടി നിങ്ങളുടെ ഭവനത്തിൽ പെസഹ ആചരിക്കുക. ഒരു കടന്നുപോക്ക് വരുന്നുണ്ട്, ഒരു സംഹാര ദൂതൻ വരുന്നുണ്ട്. നിങ്ങളെ തൊടാതിരിപ്പാൻ രക്തത്തിൽ മറയപ്പെട്ടിരിക്കണം. സ്തോത്രം. ഇന്ന് പകൽ ഞാൻ നിയോഗത്തോടെ വചനം പറയുക, പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുക. പല കടന്നുപോക്കലുകളും കൂടാരത്തിന്റെ മുമ്പിലൂടെ പോയതാ കേട്ടോ. വലിയ സംഹാര ദൂതൻ ഊരിപ്പിടിച്ച വാളുമായത് നിന്റെ കൂടാരത്തിന്റെ മുമ്പിലൂടെ പോയതാ. ദൈവം നിന്നെ സൂക്ഷിച്ചത് കുഞ്ഞാടിന്റെ പരിശുദ്ധ രക്തം, കാൽവരിയിൽ നിനക്ക് വേണ്ടി ഒഴുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം, നമ്മളെ ബസ്സിലെ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. കരം തട്ടി സ്വന്തം ചെയ്ത് എത്ര വെല്ലുവിളികൾ വന്നതല്ലേ. 2025 ഒരു മരണം പോലും നമ്മുടെ സഭയിൽ വരാതെ ദൈവം നമ്മളെ സൂക്ഷിച്ചില്ല. 2026 കയറ്റി. പക്ഷെ മരണകരമായ അനുഭവം എത്ര പേർക്ക് ഇവിടെ വന്നു അല്ലേ? ഇല്ലേ രാജ? സ്തോത്രം. ശ്വാസം പോലും കിട്ടാതെ ഭാരപ്പെട്ട സന്ദർഭങ്ങൾ, മൈനർ അറ്റാക്ക്, വലിയ പ്രതിസന്ധികൾ വന്നു. പക്ഷെ സഭ പ്രാർത്ഥിച്ച്. സ്തോത്രം. പ്രാർത്ഥിച്ചവനെ സൂക്ഷിക്കുന്നവനാ ദൈവം കേട്ടോ. സംഹാര ദൂതനിൽ നിന്ന് ദൈവം വിടുവിക്കുന്ന ദൈവമാ. അപ്പൊ അവരതാ പെസഹ എന്ത് ചെയ്തെന്നറിയോ? ദൈവം വിടുവിച്ചതിന് അവരെന്ത് ചെയ്തു? എല്ലാ വർഷവും അവർ പെസഹ ആചരിച്ച് ദൈവത്തിന് നന്ദി കരയറ്റിട്ട്, വിടുവിച്ചതിന് നന്ദി കരയറ്റ്. കർത്താവിന്റെ ദാസൻ സങ്കീർത്തനം എടുത്തപ്പോൾ എത്ര മനോഹരമായിട്ട് ഓരോ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തന്നത്. ഞാൻ ഇന്ന് നിങ്ങളോട് പരമാർത്ഥ ഹൃദയത്തോടെ പറയാം. ഒരു നന്ദിയുള്ള ഒരു ഹൃദയം, മിരിയാൻ തപ്പെടുത്ത് ആർപ്പിട്ടതുപോലെ ഒരു നന്ദിയുള്ള ഒരു ഹൃദയം ഈ കാലഘട്ടത്തിൽ എത്ര പേർക്ക് അതുണ്ട്? നടത്തിയ വിധങ്ങളെ ഓർത്താ എത്ര നന്ദി പറഞ്ഞാലും മതി വരികയും. ഇപ്പൊ കട്ടിലപ്പടിമേലും കുറുമ്പടിമേലും രക്തം പുരട്ടി സംഹാരം കടന്നുപോയി. ഇസ്രായേൽ മക്കൾ അന്ന് രാത്രി തന്നെ അവരെ ദൈവം പുറപ്പെടുവിച്ചു. പിന്നെ മരുഭൂമിയിലൂടെ നടത്തിയ മന്ന ദൈവം കൊടുത്തു. അവരുടെ വസ്ത്രം പഴകാതെ ദൈവം സൂക്ഷിച്ചു. അവരുടെ ചെരുപ്പ് തേയാതെ ദൈവം സൂക്ഷിച്ചു. മേഘസ്തംഭം ദൈവം ഒരുക്കി. ആമേൻ. ദൈവം അവരെ മരുഭൂമിയിലൂടെ നടത്തി. സ്തോത്രം. അപ്പൊ ഇതിന് ശേഷമാണ്, ഈ പാസ് ഓവറിന് ശേഷം അടുത്ത ഒരു ഇത് കൊടുക്കുന്നുണ്ട്, ഉത്സവം. അതേതാണെന്നറിയോ? പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളാണ്. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ എന്ന് വെച്ചാൽ ഇവർ കഴിച്ചപ്പോൾ, പെസഹ ആചരിച്ചപ്പം പുളിക്കാൻ സമയം കിട്ടിയില്ല. എന്ത്? അപ്പം പുളിപ്പിക്കാൻ വെക്കത്തില്ലേ? ആ പുളിപ്പിക്കാൻ സമയം കിട്ടിയില്ല. പുളിപ്പില്ലാത്ത അപ്പം കഴിച്ച് തിടുക്കത്തിൽ കഴിച്ചിറങ്ങി. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? ഈ പുളിപ്പ് എന്തിനെ കാണിക്കുന്നറിയാവോ? കാപട്യത്തെ കാണിക്കുക. പുളിപ്പ് എന്തിനെ കാണിക്കുകയെന്നറിയാവോ? നമ്മളിലുള്ള പാപത്തെ കാണിക്കുകയാണ് പുതിയ നിയമത്തിൽ. അപ്പൊ നമ്മളോട് ദൈവം പറയാം, നമ്മുടെ ജീവിതത്തിലും പുളിപ്പില്ലാത്തതായിരിക്കണം, കയ്പില്ലാത്തതായിരിക്കണം. സ്തോത്രം. നമുക്ക് ആരോടും കയ്പോ പിണക്കമോ വിദ്വേഷമോ പാടില്ല. പുളിപ്പില്ലാത്ത ഒരു അപ്പത്തിന്റെ പെരുന്നാൾ ദൈവം നമുക്ക് രണ്ടാമത് ഒരുക്കി വെച്ചിട്ടുണ്ട്. മൂന്നാമത് കാണുന്നത് ആദ്യഫല കറ്റ പെരുന്നാളാണ്. ഇസ്രായേൽ മക്കൾ അതും ആഘോഷിച്ചു. അതെന്താ ആദ്യഫല കറ്റയുടെ പെരുന്നാൾ? അവർക്ക് ലഭിച്ചു. അവരെ വാഗ്ദത്ത ദേശത്ത് മരുഭൂമി കൂടെ നടത്തിയില്ലേ? അതിനുശേഷം വാഗ്ദത്ത കനാനിൽ കൊണ്ട് എത്തിച്ചു. അവിടെ വെച്ച് ഇത്രയും കാലം 40 വർഷം വിതയും കൊയ്ത്തുമില്ലാതെ നടത്തി. പക്ഷെ അവിടെ ചെന്നപ്പം ദൈവം അവരെ വിതയ്ക്കാൻ അവർക്ക് സ്ഥലം കൊടുത്തു. കനാൻ ദേശം, മനോഹര ദേശം. അവർ വിതച്ചു. ദൈവം അവർക്ക് സമൃദ്ധി കൊടുത്തു. കിട്ടിയ നന്മയുടെ ഓഹരിയുമായിട്ട് ആലയത്തിലേക്ക് ഒരു വരവ. വിതച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? വിതച്ചാൽ ഒരു കൊയ്ത്തുണ്ട് അല്ലേ? അപ്പൊ ആ കൊയ്ത്തിന്റെ സമയമായപ്പോൾ അവർ ആദ്യ ഫല കറ്റ എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ ആദ്യ ഫലം എടുത്തോണ്ട് ആലയത്തിലേക്ക് തുള്ളിച്ചാടി വരും. അന്നേരം ദൈവദാസന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ദൈവദാസൻ അത് കയ്യിലേക്ക് എടുത്ത് നീരാഞ്ജനം ചെയ്യും. സ്വോത്രം. ദൈവത്തിന് മഹത്വം കൊടുക്കും. വിശ്വാസികൾ തരുന്ന നന്മ കയ്യിൽ പിടിച്ച് സ്വോത്രം ചെയ്യും. ഇന്നൊക്കെയാ ദശാംശം ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത്, അല്ലെങ്കിൽ സെക്രട്ടറിയെ കൊടുക്കുകയോ മറ്റൊക്കെ ചെയ്യുന്നത്. പണ്ട് അങ്ങനെയല്ല. ദൈവദാസന്മാരുടെ കൈ കൊടുക്കും. ദൈവദാസന്മാർ അത് കൈ പിടിച്ച് കുലുക്കി ഒരു പ്രാർത്ഥന. അങ്ങനെയല്ലേ? സ്വോത്ര അല്ലേ? ആരെങ്കിലും കയ്യിൽ നന്മ തരുമ്പോൾ ദൈവദാസൻ അതങ്ങ് മേടിക്കും. എന്നിട്ട് പിടിച്ചു കുലുക്കി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അതിനൊരു അനുഗ്രഹമുണ്ട്, അതിനൊരു വർധനമുണ്ട്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ പുരോഹിതനെ കൈ കൊടുക്കുമ്പോൾ ആ പുരോഹിതൻ അത് ദൈവസന്നിധി നീരാഞ്ജനം ചെയ്യും. ആദ്യ ഫലം എല്ലാം ദൈവത്തിന് മഹത്വമായി തീരും. ഇത് ക്രിസ്തുവിന്റെ നിഴലാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആദ്യ ഫലമായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം.
അതുകൊണ്ട് ഇനി രണ്ടാമത് ഉയർത്തേണ്ടത് നമ്മളാണ്. ആദ്യ ഫലം ക്രിസ്തുവാണ്, പിന്നെ അവന് ശേഷമുള്ളവരാണ്. അപ്പൊ ഈ ഒരു കറ്റ ദൈവദാസന്റെ കൈ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി കറ്റ എവിടെ നിൽക്കുക? വയലിൽ നിൽക്കുവല്ലേ. നമുക്കിപ്പോ ഞാനിപ്പോ വയലുണ്ടാക്കി, ഇങ്ങോട്ട് നോക്കിക്കേ, എനിക്ക് വയലുണ്ട്, വയൽ വിളയിഞ്ഞു, കൊയ്ത്തിന് സമയമായി. അപ്പൊ ഞാൻ അതിൽ ഒരു പിടി വെട്ടിയെടുത്ത് അത് കെട്ടിയെടുത്ത് എവിടെ കൊണ്ടുപോയി? ആലയത്തിൽ കൊണ്ടുപോയി. അപ്പൊ ഈ ഒരു പിടി വെട്ടിയ ബാക്കി അവിടെ എന്തുണ്ട്? അവിടെ നിൽക്കുന്നുണ്ട്. ബാക്കി ഇനി എന്ത് ചെയ്യണം? കൊയ്യണം അല്ലേ? അപ്പം ആദ്യം ആലയത്തിൽ വന്നെങ്കിലും ബാക്കിയുള്ളത് എന്തുണ്ട്? അവിടെ നിൽക്കുക. ഇത് ക്രിസ്തുവിന്റെ നിഴലാന്നാ പറഞ്ഞേ. ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആര് ഉയർത്തെഴുന്നേറ്റു? എന്റെ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഇനി ഒരു വലിയ കൊയ്ത്തുണ്ട്. അത് ആരാ? ക്രിസ്തുവിന്റെ മക്കളാ. യേശു പിതാവിന്റെ സന്നിധി പ്രവേശിച്ചതുപോലെ ഇനി ഒരു കൊയ്ത്ത് വരുന്നുണ്ട്. അത് ദൈവമക്കളുടെ സഭയുടെ ഉണർവാണ്. കരം തട്ടി സ്തോത്രം ചെയ്യാമോ? എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? ആള് ക്രിസ്തുവിൽ ഉള്ളവർക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. സ്തോത്രം. അടുത്ത പെരുന്നാളാണ് പെന്തക്കോസ്ത് പെരുന്നാൾ. സ്തോത്രം. പെന്തക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി. അത് 50-ാം ദിവസം എന്നാ പറയുന്നത്. അത് ആത്മാവ് സഭയിൽ ആത്മശക്തി ഇറങ്ങിയതാ. അതിനുശേഷമുള്ള പെരുന്നാളാണ് കാഹളധ്വനി പെരുന്നാള്. കാഹളധ്വനി പെരുന്നാളൊക്കെ പ്രസംഗിക്കേണ്ട സബ്ജക്റ്റ് ആട്ടോ. എന്താന്ന് വെച്ചാൽ കാഹളം പുതിയ നിയമത്തിൽ കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും ഇവിടെ കയറി വരിക എന്ന് പറയുമ്പോൾ സഭയെ ചേർക്കുന്ന രംഗമാണ് 1 തെസ്സലോനിക്കർ 4:16 പഠിപ്പിക്കുന്നത്. എന്നാൽ പഴയ നിയമത്തിൽ കാഹളധ്വനി പെരുന്നാൾ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് പുറപ്പെടാനും സഭയെ ഒരുമിച്ച് കൂട്ടാനും ഒന്നിച്ച് നിൽക്കാനും ദൈവമക്കൾ കാഹളം ധ്വനിക്കുമായിരുന്നു. സ്വത്രം. സഭയെല്ലാം ഒന്നിച്ചു കൂടും. മഹാപുരോഹിതന്മാർ മുമ്പിൽ പിടിച്ചുകൊണ്ട് ആമേൻ ആട്ടുകൊറ്റന്റെ കൊമ്പുകൾ കൊണ്ടാക്കിയ കാഹളം ഒന്നിച്ചു പിടിച്ച് ഊതും, നീട്ടി ഊതും. ഈ ഊതുമ്പോൾ സഭയെല്ലാം ഒന്നിച്ചു കൂടും സമാഗമന കൂടാരത്തിന്റെ മുമ്പിൽ. അതാ അങ്ങനെയാ പഴയ നിയമത്തിൽ. അതിന് ഓരോന്നിനും ഓരോ ഈണമാ. 3 വട്ടം കൂവുമ്പോൾ ഓർത്തോണം യുദ്ധമാണെന്ന്, 1 വട്ടം നീട്ടി ഊതിയാൽ ഓർത്തോണം ചേർന്ന് വരാനാണെന്ന്. അതിനൊക്കെ ഓരോ ഊതുന്നതിനനുസരിച്ചാ ആൾക്കാർ കൂടുന്നത്. നമ്മൾ പുതിയ നിയമത്തിൽ പറഞ്ഞില്ലേ 3 കാഹളോ. ഒന്ന് കർത്താവ് തൻ ഗംഭീരനാദം. സ്വത്രം. ഈ കർത്താവ് തൻ ഗംഭീരനാദം എന്തിനെ കാണിക്കുക? സഭയെ എടുക്കാനാണ്. പ്രധാന ദൂതന്റെ ശബ്ദം എന്തിനാ? സഭ ഉയരാതിരിപ്പാൻ. ആമേൻ. പാർസിയുടെ പ്രഭു തടയുന്ന പോലെ അന്തരീക്ഷത്തിൽ വാഴ്ചകളും അധികാരങ്ങളും അന്ധകാരത്തിന്റെ ലോകാധിപതി ഉയർന്നു വരുമ്പോൾ അതിനെ വെട്ടാനാണ് പ്രധാന ദൂതന്റെ ശബ്ദം. പിന്നെ ദൈവത്തിന്റെ കാഹളം എന്തിനാ? സ്വത്രം. അത് രൂപാന്തരപ്പെടുത്തുന്നതാ ദൈവത്തിന്റെ കാഹളം. കണ്ണിമയ്ക്കുന്ന നേരിടയിൽ നമ്മൾ എന്ത് ചെയ്യും? രൂപാന്തരപ്പെടും. സ്തോത്രം. അന്നേരം എന്ത് ചെയ്യുന്നറിയോ? മരിച്ചവർ ഉയർക്കും. ക്രിസ്തുവിൽ ജീവനോടെ ഇരിക്കുന്ന നാം രൂപാന്തരപ്പെടും. ദൈവകാഹളം. ഇതാ 3 കാഹളം. ഹല്ലേലൂയ. ആത്മീയ പൊരുൾ മനസ്സിലായി എത്ര പേരുണ്ട്? ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതാണ് കാഹളധ്വനി പെരുന്നാൾ. പിന്നെ അടുത്ത പെരുന്നാളുണ്ട്, പാപപരിഹാര പെരുന്നാൾ. അത് നമ്മൾ കുറച്ച് 5 മിനിറ്റിനുള്ളിൽ അത് എടുക്കും. അതിനുശേഷമുള്ള പെരുന്നാളാണ് കൂടാര പെരുന്നാൾ. അങ്ങനെ 7 പെരുന്നാളാണ്. കൂടാരപ്പെരുന്നാൾ. എന്താ കൂടാര പെരുന്നാൾ? മരുഭൂമിയിൽ നടത്തിയത് ഓർക്കുന്നതാണ്. അതെങ്ങനെയാ? ഇസ്രായേൽ മക്കൾ കൂടാര പെരുന്നാളിന്റെ സമയമാകുമ്പോൾ അവരെല്ലാവരും യെരൂശലേം ദേവാലയത്തിലേക്ക് ഒരു വരവാ. പണ്ട് ഞങ്ങൾ പെസക കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലായിരുന്നപ്പോൾ പെസക നടത്തുമായിരുന്നു. ഞങ്ങൾ 10 പപ്പായുടെ ചേട്ടൻ്റെ മക്കൾ 10 പേരാണ്. ഈ 10 കുടുംബങ്ങളും ഒന്നിച്ചാ കണ്ണൂർ കൊട്ടിയൂർ ഭാഗത്ത്. അപ്പൊ പെസക ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച പെസക ദിവസം. സ്തോത്രം. അന്ന് എന്താഴ്ച? ഓക്കെ. അപ്പം കണ്ണൂര് ഈ കൊട്ടിയൂർ ദേശത്ത് 10 മക്കളും ആമേൻ പാർക്കുന്ന സ്ഥലത്തൂടെ പെസക വ്യാഴാഴ്ച ആവുമ്പോൾ ആമേൻ പാലുകാച്ചിലും പരിപാടിയൊക്കെ ആയിട്ട് എല്ലാ വീടുകളിൽ കൂടെ പോകും. അതൊരു വലിയ സന്തോഷം. പോകുന്നത് എല്ലാ വീടും ചേട്ടനനിയന്മാരുടെ മക്കളിലൂടെ പോകും. വലിയ സന്തോഷമാണ്. അങ്ങനെയാണ്. എന്നാൽ ഇസ്രായേൽ മക്കൾ അങ്ങനെയല്ല. ഇവരെന്താ ചെയ്യുന്നതെന്നറിയാവോ? എല്ലാവരും ദേവാലയത്തിലേക്ക് വരും. ദേവാലയത്തിൽ വന്ന് ദേവാലയത്തിന്റെ മുറ്റത്ത് പ്രാകാരത്ത് വീട് വെക്കും. വീട് വെക്കുക എന്ന് പറഞ്ഞാൽ താൽക്കാലിക കൂടാരമാണ്. ഒലിവൃക്ഷത്തിന്റെ ഒക്കെ ഇതെടുത്തോണ്ട് വന്ന് ചില്ലകൾ കൊണ്ടുവന്ന് ആമേൻ അതിന്റെ ചെറുതായിട്ട് മേഞ്ഞ് ചെറിയ കൂടാരം ആലയത്തിന് മുമ്പിൽ വെക്കും. എന്നിട്ട് അവിടെ വന്ന് പാർക്കും. അന്നേരം കുഞ്ഞുങ്ങളൊക്കെ ചോദിക്കും, നമുക്ക് നല്ല ഒന്നാന്തരം വീടുണ്ടല്ലോ, പിന്നെ എന്തിനാ ഈ കൂടാരത്തിൽ വന്ന് പാർക്കുന്നത്? അപ്പം മക്കളോട് പറയണം, നമുക്കൊന്നുമില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മരുഭൂമി, വിതയില്ലായിരുന്നു, കഴിക്കാനോ കുടിക്കാനോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ദൈവ അവസ്ഥകളെല്ലാം മാറ്റി വാഗ്ദത്ത കനാൻ തന്നു. ഇഷ്ടംപോലെ നന്മകൾ ദൈവം നമുക്ക് തന്നു.
അത് മക്കളെ പറഞ്ഞ് പഠിപ്പിക്കണം. ദൈവമക്കളെ, നിങ്ങളുടെ മക്കളെ കഷ്ടത എന്താണെന്ന് പഠിപ്പിക്കണം. നമ്മൾ വന്ന വഴികൾ തലമുറകൾ അറിഞ്ഞിരിക്കണം. അതാണ് ക്രിസ്തീയ ജീവിതം. ഇന്നത്തെ തലമുറകൾക്ക് പറ്റുന്ന പരാജയം, അവർ കഷ്ടത എന്താണെന്ന് അറിയുന്നില്ല. വന്ന വഴി അവർക്കറിയത്തില്ല. വാട്ടുകപ്പയും കട്ടൻ കാപ്പിയും കുടിച്ച കാലഘട്ടത്തെ തലമുറകൾ മറക്കുന്നു. മന്തിയും KFC-യും അങ്ങനെ വിവിധ നിലകളിലേക്ക് മാറ്റപ്പെട്ടു. വൈകിട്ടാകുമ്പം കുഞ്ഞുങ്ങൾ ചോദിക്കത്തില്ലേ, KFC മേടിച്ചാലോ പപ്പ? ഇപ്പൊ 5 വട്ടമായി നമ്മുടെ LJ ചോദിക്കുന്നു, അപ്പ നമുക്കൊന്ന് KFC മേടിച്ചാലോ? സ്വതന്ത്രം മനസ്സിലാകുന്നുണ്ടോ? പണ്ട് അങ്ങനെയല്ല. സ്കൂൾ വിട്ട് വരുമ്പം കാന്താരി ഇല്ലേ, കാന്താരി ചമ്മന്തിയും കപ്പയൊക്കെ കഴിച്ച കാലഘട്ടം. സ്തോത്രം. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നടത്തിയ വഴികൾ മറക്കാതിരിക്കാനാണ് കൂടാര പെരുന്നാൾ. ക്രിസ്തീയ ജീവിതത്തിൽ ഈ സഭായോഗം എന്തിനാണെന്ന് അറിയാമോ? ദൈവത്തിന് നന്ദി കരയറ്റാനാ, നടത്തിയ വഴികൾ ഓർക്കാനാണ്. ഞാൻ ദൈവത്തിൽ ഇതിൽ മഹാപാപ പരിഹാര പെരുന്നാൾ ഒന്ന് എടുത്തു പറയേണ്ട ആവശ്യമുണ്ട്. അതാ ഞാൻ ആ ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ 21-ാം വാക്യം വായിച്ചത്. അതിനൊരു പ്രത്യേകത, ശുശ്രൂഷിക്കാൻ നിൽക്കുന്ന മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ കൂറിന്റെ ക്രമപ്രകാരം എന്ത് ചെയ്യണം? നറുക്ക് വീഴുന്ന മഹാപുരോഹിതൻ ആദ്യം തന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തിയതിനു ശേഷം ജനങ്ങളുടെ പാപത്തിന് പരിഹാരമായി ആണ്ടിലൊരിക്കൽ അതിപരിശുദ്ധ സ്ഥലത്ത് പോകണം, കൃപാസനത്തിലേക്ക് പോകണം. നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് വന്നേ, യെരുശലേം ദേവാലയം. യെരുശലേം ദേവാലയത്തിൽ പ്രാകാരമുണ്ട്, പരിശുദ്ധ സ്ഥലമുണ്ട്, അതിപരിശുദ്ധ സ്ഥലമുണ്ട്. പ്രാകാരത്തിൽ യാഗപീഠമുണ്ട്, താമ്രത്തൊട്ടിയുണ്ട്. പരിശുദ്ധ സ്ഥലത്ത് ധൂപക്കുറ്റിയുണ്ട്, കാഴ്ചയപ്പത്തിന്റെ മേശയുണ്ട്, തങ്ക നിലവിളക്കുണ്ട്. അതിപരിശുദ്ധ സ്ഥലത്ത് അഭിഷേകത്തിന്റെ പെട്ടകമുണ്ട്, കെരൂബുണ്ട്. ഇത് 3 മനസ്സിൽ വരണം കേട്ടോ. 3 സ്ഥലം. പ്രാകാരത്തിൽ വെളിച്ചം കിട്ടുന്നത് സൂര്യന്റെ വെളിച്ചമാണ്. എന്നാൽ പരിശുദ്ധ സ്ഥലത്ത് കിട്ടുന്നത് തങ്ക നിലവിളക്കാണ്. കണ്ടിട്ടില്ലേ? തങ്ക നിലവിളക്ക് ഇങ്ങനെ കത്തി നിൽക്കും. അതാണ് പരിശുദ്ധ സ്ഥലത്തെ വിളക്ക്. അവിടെ പുരോഹിതന്മാർ നിൽക്കുന്നത്. എന്നാൽ അതിപരിശുദ്ധ സ്ഥലത്ത് ഇതൊന്നുമല്ല. അവിടെ നിറഞ്ഞ ദൈവ സാന്നിധ്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? നിറഞ്ഞ ദൈവ സാന്നിധ്യ. ഇപ്പൊ നമ്മൾ എവിടെയാ വന്നേക്കുന്നത്? പ്രാകാരത്തിലാണോ? പരിശുദ്ധ സ്ഥലത്താണോ? പിന്നെ എവിടെ വന്നേക്കുന്നത്? ആബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രത്തിന്റെ ആത്മാവിനെ ദൈവം തന്നതുകൊണ്ട് ഏത് സമയത്തും കൃപാസനത്തോട് അടുത്തു വരാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. നമ്മുടെ വെളിച്ചം ദൈവത്തിന്റെ സാന്നിധ്യമാണ്. നമ്മുടെ വെളിച്ചം ദൈവം തരുന്ന പ്രകാശമാണ്. കലന്തത്തി സർവശക്തന് മഹത്വം കൊടുക്ക്. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർക്കായി സ്വത്രം. നമ്മുടെ വെളിച്ചം സൂര്യന്റെ വെളിച്ചമല്ല, കൃപാസനത്തിൽ ഇറങ്ങുന്ന ഷെക്കേന ദൈവ തേജസ്സിന്റെ വെളിച്ചമാണ്. ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ അവിടെ കയറണം. അപ്പൊ കയറണമെങ്കിൽ ആദ്യം കാളയെ തന്റെ പാപത്തിന് പരിഹാരം അർപ്പിച്ചതിന് ശേഷം യാഗമെടുത്ത് കാളയെ തുണ്ടമാക്കി വെച്ച് അതിന്റെ രക്തമൊഴുക്കി രക്തമെടുത്ത് അതിപരിശുദ്ധ സ്ഥലത്ത് കൊണ്ടുപോയി കൃപാസനത്തിന്റെ മുകളിൽ തളിച്ചതിന് ശേഷം പരിഹാരം വരുത്തിയിട്ട് ജനങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്താൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ഇവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരാകുന്ന ഞങ്ങൾ മണിക്കൂറുകൾ പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങളുടെ കുറവുകളെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പ്രാഗൽഭ്യത്തോടെയാണ് ദൈവസന്നിധി നിൽക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാത്ത ഒരു ദിവസം ഞങ്ങൾക്കില്ല. നിങ്ങൾക്ക് വേണ്ടി കരയാത്ത ഒരു ദിവസമില്ല. അങ്ങനെ കരഞ്ഞും പ്രാർത്ഥിച്ചു ആ ദൈവസഭയെ മുന്നോട്ട് കൊണ്ടുപോകുന്നേ. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ദൈവമക്കളെ, എന്നാൽ ജനങ്ങളുടെ പാപത്തിന് പരിഹാരം എങ്ങനെ വരുത്തുന്നറിയോ? 2 ആട്ടുംകുട്ടിയെ കൊണ്ടുവരണം, 2 ആട്ടുകൊറ്റന്മാരെ കൊണ്ടുവരണം. അതിൽ ചീട്ടിടണം. ഒന്ന് യഹോവയ്ക്കുള്ളത്, മറ്റൊന്ന് അസസേലിനുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ചീട്ട് യഹോവയ്ക്കുള്ളതെന്ന് വീഴുന്നതിനെ ജനങ്ങളുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി അതിനെ എന്ത് ചെയ്യണം? അറുത്ത് അതിന്റെ രക്തം എന്ത് ചെയ്യണം? ഒരു തളികയിൽ ഒഴുക്കി അതിനെ അകത്തു കൊണ്ടുപോയി അതിന് ദൈവസന്നിധി അർപ്പിക്കണം. എന്നാൽ ഈ തളികയിൽ ഒഴുക്കിയ രക്തത്തിൽ കുറെ എടുത്ത് ജനങ്ങളുടെ സകല പാപവും അസസേൽ എന്നുള്ള ആടിന്റെ തലയിലേക്ക് വെക്കണം. എന്നിട്ട് പുരോഹിതൻ കൈവച്ച് സകല പാപവും ഈ ആടിന്റെ തലയിൽ ചുമത്തണം. 16-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ മതി, ഹോംവർക്ക് ആട്ടോ. എന്നിട്ട് ഈ ആടിനെ എന്ത് ചെയ്യണം എന്നറിയാമോ? അസസേൽ എന്ന് ചീട്ട് വീണ ഈ ആടിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് ആളില്ലാത്ത വിജന പ്രദേശത്തേക്ക് കൊണ്ടുപോയി വലിയ മണൽത്തട്ടയുണ്ട്, അതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിടണം. എന്നിട്ട് കൊണ്ടുപോയി തിരിച്ചു വന്ന് ശുദ്ധി വരുത്തി പോകണം. ഇതാണ് നിയമം. സ്തോത്രം. ഈ 2 ആടുകളും നമ്മുടെ ക്രിസ്തുവിന്റെ നിഴലാണ്. ഒന്ന് നമ്മുടെ കർത്താവ് അറക്കപ്പെട്ട കുഞ്ഞാടാണ്. നമ്മുടെ പാപത്തിന് പരിഹാരമായി ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന അറുക്കപ്പെട്ട കുഞ്ഞാടാണ് നമ്മുടെ ദൈവം. നമുക്ക് വേണ്ടി അവൻ അറക്കപ്പെട്ടു.
സ്തോത്രം. 2 അസസേൽ എന്ന് വിളിച്ച് മണത്തിട്ടയിൽ തള്ളപ്പെട്ടു പോയ ആടും നമ്മുടെ കർത്താവാണ്. നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരം വഹിച്ചുകൊണ്ട് 80 കിലോ വെയിറ്റുള്ള പച്ച പൈൻ കുരിശു ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്തു വെച്ച് കഷ്ടം സഹിച്ച് ചുമന്നുകൊണ്ടുപോയ പാപം വഹിച്ചു കൊണ്ടുപോയ ഒരു കുഞ്ഞാട് നമുക്കുണ്ട്. ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ഒരു കുഞ്ഞാട്. യിരെമ്യാ പ്രവാചകൻ പറയുന്നത് അറുക്കപ്പെട്ട കുഞ്ഞാടാണെങ്കിൽ യോഹന്നാൻ പറഞ്ഞു ഇത് പാപം, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. നമുക്ക് കുഞ്ഞാട് വളരെ സുപരിചിതമാണ്. നിങ്ങൾക്കറിയാം, ഒരു മനുഷ്യന്റെ പാപത്തിന് വേണ്ടി അറക്കപ്പെട്ട ഒരാടുണ്ട്. ഏതാണെന്നറിയാവോ? ഒരു മനുഷ്യന്റെ പാപത്തിന് വേണ്ടി, ഇസഹാക്കിന് വേണ്ടി ഒരു അറക്കപ്പെട്ട ഒരാടുണ്ട്. അത് ഒരു മനുഷ്യന്റെ പാപത്തിന് പരിഹാരമാണ്. സ്തോത്രം. എന്നാൽ ഒരു കുടുംബത്തിന്റെ വിടുതലിന് വേണ്ടി അറക്കപ്പെട്ട ആടുണ്ട്. ഏതാണെന്നറിയാമോ? ഇപ്പം പറഞ്ഞേ ഉള്ളൂ, പെസഹ. ഒരു കുടുംബത്തിന്റെ വിടുതലിന് വേണ്ടി അറക്കപ്പെട്ട ആടാണ്. എന്നാൽ ഒരു ജനതയ്ക്ക് വേണ്ടി അറക്കപ്പെട്ട ഒരാടുണ്ട്. അതേതാ? ഒരു ജനതയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി. അതാണ് ഇപ്പൊ നമ്മൾ വായിച്ച അറക്കപ്പെട്ട ആട്. സ്തോത്രം. ഇസ്രായേൽ മക്കൾ എന്ന അവർക്ക് വേണ്ടി മാത്രം അറക്കപ്പെട്ട ആടാണ്. എന്നാൽ മുഴുവൻ ലോകത്തിനും വേണ്ടി അറക്കപ്പെട്ട ഒരാടുണ്ട്. അതാരാ? വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ ഇതാ ഞാൻ കാണുന്ന ഒരു അറക്കപ്പെട്ട കുഞ്ഞാട്. അത് നമ്മുടെ കർത്താവാണ്. അവൻ നമുക്ക് വേണ്ടി അറക്കപ്പെട്ടു. അറക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. മൂപ്പന്മാർ തങ്ങളുടെ തലയിലെ കിരീടം താഴെ വെച്ച് അറക്കപ്പെട്ട കുഞ്ഞാടിന് സകല മഹത്വം കൊടുക്കുന്നത് പോലെ ഈ ആരാധനയിൽ സകല മാനത്തിനും മഹത്വത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായ ദൈവത്തിന് എത്ര മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി അറക്കപ്പെട്ടു. അവൻ നമുക്ക് വേണ്ടി പാപം ചുമക്കപ്പെട്ടു. അവനാണ് യഥാർത്ഥ കർത്താവ്. സമയോടി പോകുന്നു, നിർത്തട്ടെ ദൈവമക്കളെ. ഈ അസസേൽ എന്ന് എഴുതപ്പെട്ട ഈ ആടിന്റെ തലയിൽ പാപം ചുമത്തപ്പെട്ട് ഇത് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് വന്നേ. മണലാരണ്യത്തിൽ 3 അർത്ഥമുള്ള കേട്ടോ. അസസേൽ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിന്റെ പേരായിട്ട് കണക്കാക്കുന്നുണ്ട്. 2 അസ് 2 പദങ്ങൾ ചേരുന്നതാണ്. അസ് എന്ന് പറഞ്ഞാൽ ആടുന്നേ ഉള്ളൂ. അസസേൽ എന്ന് വരുമ്പോൾ വിടുതൽ ആടെന്നാണ് അതിന്റെ അർത്ഥം. ഗ്രീക്ക് പദം ഞാൻ പഠിച്ചപ്പോൾ വിടുതലാട് എന്ന് പറഞ്ഞാൽ വിടുതൽ തരുന്ന ഒരു ആട് എന്നാണ് അതിന്റെ അർത്ഥം. 3-മതൊരു അർത്ഥമുണ്ട്. അസസേൽ എന്ന് പറഞ്ഞാൽ വീണുപോയ ഒരു ദൂതനായിട്ടും കണക്കാക്കുന്നുണ്ട്. മരുഭൂമിയിലേക്ക് ഇതിനെ വിടുന്നതിന്റെ കാരണം എന്നാന്ന് വെച്ചാൽ സകല പാപവും കൊണ്ടുവന്നത് ഈ വീണുപോയ ദൂതനാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഇടയിൽ ഇത് വേണ്ട എന്ന് പറഞ്ഞ് വീണുപോയ ദൂതന്റെ അടുക്കിലേക്ക് തള്ളിവിടുന്ന രംഗമാണ് 1-മത് നിൽക്കുന്നത്. 2-മത് മരുഭൂമിയിലേക്ക് ഇതിനെ തള്ളിവിടും. പക്ഷെ ഒരു തെറ്റും ചെയ്യാത്ത ഈ ആട് മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ അവിടെ തന്നെ വീണ് മരിക്കും. അവസാനം ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ കർത്താവ് വെള്ളം കുടിക്കുന്ന എപ്പോഴാണെന്നറിയാവോ? ഗത്സമനയിൽ രക്തം വിയർപ്പ് തുള്ളി പോലെ ഒഴുക്കി. നമ്മൾ വേർത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നിശ്ചയമായിട്ടും വെള്ളം കുടിക്കണ്ടേ? പക്ഷെ യേശു എങ്ങനെയാ വേർത്ത്? രക്തം വിയർത്തു. പിന്നെ വെള്ളം കുടിച്ചതായിട്ട് എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. ശരീരം മുഴുവൻ തകർത്തു. പിന്നെ ഗത്സമനയിൽ മുഴുവൻ തകർന്നു, ഗബദയിൽ തകർന്നു, ഗോൽഗോഥയിൽ തകർന്നു. അവസാനം വെള്ളം വായിലേക്ക് കൊടുത്തപ്പോൾ യേശു രുചിച്ചു നോക്കിയില്ല. സ്തോത്രം. വെള്ളം കുടിച്ചില്ല. അവസാനം പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് ജീവൻ എടുത്തു. സ്തോത്രം. ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാകുന്നുണ്ടോ? യേശു കർത്താവ് ദാഹിച്ചു. നമുക്ക് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി ദാഹിച്ചു. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞാൽ വെള്ളം കൊടുത്തിട്ട് യേശു കുടിച്ചില്ലല്ലോ. അപ്പൊ ഏത് ദാഹമായിരുന്നു? നമ്മളെ വീണ്ടെടുക്കുന്ന ഒരു ദാഹമായിരുന്നു, നമ്മളെ വിടുവിക്കുന്ന ഒരു ദാഹമായിരുന്നു. ഹല്ലേലൂയ.